കോമ്പൗണ്ട് എന്ന സിനിമ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നല്ല രീതിയിൽ ഇപ്പോൾ അറ്റൻഷൻ കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ നമുക്കറിയാം സിനിമ സംസാരിക്കുന്ന പൊളിറ്റിക്സ് കാരണം സിനിമയിൽ ഒരുപാട് കട്ടുകളൊക്കെ വന്നു, കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ്. ഇന്റർനാഷണൽ ലെവലിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നല്ല ഒരു സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ കിട്ടിയ സിനിമയാണ്. നല്ല അറ്റൻഷൻ ഉണ്ടായിരുന്നു. മേജർ ഹൈലൈറ്റ് ഈ വർഷത്തെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രിയാണ് ഹോംബൗണ്ട്. ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിലാണ് പിന്നെ ഹോംബൗണ്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയേറെ ഹൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റീസെൻ്റ്ലി സിനിമ വന്നതുകൊണ്ട് നല്ല ഓഡിയൻസ് റെസ്പോൺസ് ആയിരുന്നു. മിക്കവാറും പോസിറ്റീവ് റിവ്യൂസ് ആണ് കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നവും ഇപ്പോൾ അവിടെ തന്നെയാണ് കിടക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഹൈപ്പിൽ ഞാനിങ്ങനെ ഈ സിനിമ കാണാൻ ഇരുന്നപ്പോൾ ആ ഹൈപ്പിനനുസരിച്ച് ഹോംബൗണ്ട് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള നീരജ് ഗേവാൻ തന്നെയാണ്. സിനിമയെ നല്ല സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ നീരജിൻ്റെ മസാൻ എന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ കൊണ്ടുവരുന്നൊരു ഷോക്കിംഗ് എലമെൻസും ആ സിനിമ നമ്മൾ കൊണ്ടുപോകുന്നൊരു ലെവലുണ്ട്. അത് നമുക്കങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അത് നമ്മൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ഇപ്പോഴും മസാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആ സിനിമയുടെ ക്രാഫ്റ്റ് എങ്ങനെയാണ്, ആ സിനിമയുടെ ഷോട്ടുകളുടെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി, ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഫ്രെയിമിംഗ് ഒക്കെ എങ്ങനെയാണ്. അപ്പം അത്തരമൊരു ഒരു സംഭവം, അത്തരമൊരു ക്രാഫ്റ്റ് ഒന്നും ഞാൻ ഈ ഹോംബൗണ്ട് എന്ന സിനിമയിൽ കണ്ടില്ല. പക്ഷേ സിനിമയ്ക്കൊരു നമ്മൾ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നൊരു വലിയ ഒരു ഇൻസിഡൻറ്റ് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഫോം ചെയ്യാൻ തന്നെ കാരണം അതാണല്ലോ. ഇപ്പോൾ കോവിഡ് സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് എഴുതിയൊരു ആർട്ടിക്കിൾ എന്നെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ സമയത്തുണ്ടായ ആ ഒരു ഓൾ ഓഫ് എ സഡൻ വന്നൊരു അനൗൺസ്മെൻറ്റ്, അത് എങ്ങനെയാണല്ലേ ഒരു വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ് അടക്കമുള്ള ലേബേഴ്സും മറ്റു ട്രേഡ്സ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ ആ ഒരു സമയത്ത് ഫേസ് ചെയ്ത ട്രാജഡീസ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സംഭവം ഈ സിനിമയിലേക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടൊക്കെ തന്നെയാണ് ബ്രിങ് ചെയ്തിരിക്കുന്നത്. അത് ആ സബ്ജക്റ്റിന് തീർച്ചയായിട്ടും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഫീച്ചർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സിനിമ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ഓർഗാനിക് ഫ്ലോ ഇല്ല. അപ്പോൾ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അങ്ങനത്തെ ഷോട്ടുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൽ അടുത്ത പ്രശ്നം സിനിമയുടെ തീം തന്നെയാണ്. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരുടെ ക്രൈസിസ് ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഇത്തരം സിനിമകൾ ഇതിലും നല്ല രീതിയിൽ പോർട്രേ ചെയ്ത സിനിമകൾ ഒരുപാട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഒരു എക്സ്ട്രാ എഡ്ജിലുള്ള ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവും സ്ക്രിപ്റ്റും ഇല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ഇനി അപ്പീലിംഗ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അതെനിക്ക് ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇത്രയും എക്സ്പോസ്ഡ് ആയ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു അതിലൊരു യുണീക്കായൊരു ക്രാഫ്റ്റൊന്നും എനിക്ക് നീരജ് കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു മേജർ റീസൺ ആണ്. പിന്നെ ഇതിലിപ്പോൾ ടെക്നിക്കലി അങ്ങനെ എനിക്ക് എഡിറ്റിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു വണ്ടർഫുൾ ഷോട്ട്സ് അങ്ങനെയൊന്നും പറയാനില്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സൂററ്റൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തൊക്കെയുള്ള ഷോട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഷോട്ടുകളൊക്കെ നല്ലതാണ്. ഇടയിൽ വരുന്ന ചില ഷോട്ടുകളൊക്കെ നല്ലതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു എഡിറ്റിംഗ് ഉണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അത് എനിക്ക് എഡിറ്റിംഗ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെർഫോമൻസസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പെർഫോമൻസസിൽ നമ്മൾ ആക്ടേഴ്സ് ലിഫ്റ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ് ഹോംബൗണ്ട്. എസ്പെഷ്യലി ഇഷാൻ ഖത്തർ ഒരു വളരെ ടോൺ ഡൗൺ ആയിട്ടുള്ള ഇഷാൻ്റെ ഒരു ഇതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയ ഒരു പ്രൊഫൈലിലുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാനായിട്ട് ഇഷാന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇഷാൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒരു ബ്രദർഹുഡിൻ്റെയും ഒക്കെ ഒരു തീം ഇതിൽ അണ്ടർ കറണ്ട് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹോംബൗണ്ട് എന്ന സിനിമയിൽ. അപ്പോൾ ഷൊഹൈബ് എന്ന് പറഞ്ഞ ഇഷാൻ്റെ ഈ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെയുള്ള ക്യാരക്ടറാണ് ചന്ദൻ എന്ന് പറഞ്ഞ റോളിൽ വരുന്ന വിശാൽ ജത്രയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിശാൽ അണ്ണീവനാണ്. അതായത് ചിലപ്പോൾ നന്നായിട്ട് അഭിനയിക്കും, അങ്ങനെ ഡ്രോപ്പ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ യൂണിവേഴ്സൽ എലമെൻ്റുള്ള നമ്മുടെ ആ ഒരു ലോക്ക്ഡൗൺ ഇവൻ്റ് വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒക്കെ
വിശാലിൻ്റെ ചില എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി സ്ക്രീനിലേക്ക് ഫില്ല് ചെയ്യുന്നില്ല. ഡ്രോപ്പ് ഉണ്ട്. അൺഈവൻ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ സമയത്തും വിശാൽ മോശമായിട്ട് അഭിനയിച്ചു എന്നുള്ളതല്ല. പിന്നെ ഇതിൽ പിന്നെ വരുന്നത് ജാൻവിയാണ്. ജാൻവിയും ഒരു ഓഫ് ബീറ്റ് റോളിൽ തന്നെ അവരും ആ റോളിനോട് ജസ്റ്റിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ടേഴ്സ് നന്നായിട്ട് ചെയ്ത ഒരു സിനിമയായിട്ടാണ് ഹോം ബൗണ്ട് ഫീൽ ചെയ്തത്. ബാക്കി അവരുടെ ഫാമിലി അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ്. എല്ലാവരും അത്യാവശ്യം ഒരു നല്ല രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർക്കൊന്നും അങ്ങനെ സ്റ്റോറിയിൽ അത്ര വലിയൊരു പ്രോമിനൻസ് ഇല്ല. അപ്പോൾ ഓവറോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്കുള്ളൊരു പേഴ്സണൽ പ്രോബ്ലം ഇതാണ്. ഞാനിത് ഇന്ത്യയുടെ ഒരു ഓസ്കാർ എൻട്രിക്കായിട്ട് പോകേണ്ട രീതിയിലുള്ളൊരു ക്രാഫ്റ്റ് ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. ഓഫ് കോഴ്സ് സബ്ജക്റ്റിന് ഒരു യൂണിവേഴ്സാലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാവരെയും കാര്യമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിനൊരു റെലവൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ എനിക്ക് ഈ സിനിമ ഒരു ഒരു നമ്മൾ പറയില്ലേ കുഴപ്പമില്ലാത്തൊരു സിനിമ, அந்த രീതിയിൽ മാത്രമേ എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ നമ്മുടെ നീരജ് ഗേവാൻ്റെ റെഫറൻസ് വന്നുകൊണ്ട് പറയാണ്. ഞാൻ ഒരു മസാൻ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങളൊക്കെ മിനിമം ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഹോം ബൗണ്ട് കണ്ട പല ആളുകളും ചിലപ്പോൾ മസാൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മസാൻ കൂടി ഒന്ന് ട്രൈ ചെയ്യുക കാണാനായിട്ട്. OTT അവൈലബിൾ ആണ്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വൈസ് അല്ല കേട്ടോ, സബ്ജക്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു ഡയറക്ടറുടെ ഒരു സ്കിൽ സെറ്റ് അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ആ ക്രാഫ്റ്റിൻ്റെ ഒരു സ്കെയിലിങ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. മസാൻ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കാണാത്തവർ. അപ്പോൾ ഒരുപാട് പേര് ഇത് വിക്കി കൗശലിൻ്റെ ഡെബ്യൂ ഒരു ലീഡ് റോള് കൂടിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ വിക്കിയുടെ സിനിമ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമയാണ്. പിന്നെ മസാൻ നാഷണൽ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നാഷണൽ അവാർഡ് പിന്നെ ഡെബ്യൂ ഡയറക്ടർക്കുള്ള നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള മസാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു റെക്കമെൻഡബിൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ മിക്കവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ് കോമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഹോം ബൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.